എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണ്. ഇത് ഹൈദരാബാദി സ്പെഷ്യൽ ചിക്കൻ തിക്ക ബട്ടർ മസാലയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇതിൻ്റെ മസാല വളരെ പ്രത്യേകതയുള്ളൊരു മസാലയാണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഉപ്പുവെള്ളത്തിൽ കഴുകി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മീഡിയം കഷ്ണങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല നമുക്ക് പുരട്ടി കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായി ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനിയും ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് എണ്ണ, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീരും കൊണ്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഒരിക്കലും സ്പൂൺ കൊണ്ടൊന്നും ഇളക്കി ചേർക്കരുത്. നമ്മൾ കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഇളക്കി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് 1 മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ തന്നെ വെച്ചേക്കുക. 1 മണിക്കൂറിന് ശേഷം നമുക്ക് എടുക്കാം. ഒരു കടായി എടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ബേ ലീഫ്, നമ്മുടെ ഭക്ഷണ ഇല ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഒരു 5 ഏലക്ക ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. ഒരു 5-6 നമ്മുടെ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 2 സവോള നമ്മൾ വലുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. വലിയ കഷ്ണങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മസാലയാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഈ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ ശ്രദ്ധാപൂർവം കാണുക. സവോള ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 2 തക്കാളിക്ക വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. വീണ്ടും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യം നമുക്കില്ല. ഇനിയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഒരു വലിയ കഷ്ണം ഇഞ്ചി വലിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നു. വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു. ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 15ഓളം കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നു. അതും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് ഒരുപാട് സമയം വഴറ്റുന്നില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇതിലേക്ക് മല്ലിയില കുറച്ചിട്ട് കൊടുക്കുന്നു. ഇനിയും ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. മുളക് പൊടി ചേർത്തിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നു.
അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെള്ളത്തിൽ കിടന്ന് വേണം ഇതെല്ലാം ഒന്ന് വെന്ത് വരാൻ. ഈ വെള്ളത്തിൽ കിടന്ന് വെന്ത് വെള്ളം വറ്റി വന്നു കഴിഞ്ഞ ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. നമുക്കതുവരേക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ആ വെള്ളം കൊണ്ടൊന്ന് പറ്റി വരണം. അടപ്പ് തുറന്ന് വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ. ഏകദേശം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടു. നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. വേറൊരു തവ ഗ്യാസിൽ വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച നമ്മളുടെ ചിക്കൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ നമ്മളാക്കുന്നില്ല. 2 സൈഡും ഒരു 5 മിനിറ്റ് വീതം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതേ ഉള്ളൂ. ഒരു സൈഡ് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു ഫ്രൈ ആണ് എടുക്കുന്നത്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. ഇപ്പോൾ 2 സൈഡും 5 മിനിറ്റ് കഴിഞ്ഞു. മൊത്തം 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ മറ്റ് ചിക്കനും നമുക്ക് വറുത്തെടുക്കാം. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി. നമ്മൾ ഒരു തവ വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ മസാല തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കൊത്തി അരിഞ്ഞ് എടുത്ത ഒരു സവോള ചേർത്ത് കൊടുക്കാം. വലിയ സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി സവോളയൊന്ന് വാടി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് സമയം വഴറ്റണ്ട. ഇപ്പോൾ സവോളയൊന്ന് വാടി വന്നിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി. ഈ സമയം നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഒരു തക്കാളിക്ക, പൊടിയായിട്ട് അരിഞ്ഞ തക്കാളിക്ക കൂടെ ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തക്കാളിക്കയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചപ്പൊന്ന് മാറി വരണം. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചപ്പ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിൻ്റെ പച്ചപ്പൊന്ന് മാറി വരണം. അപ്പോൾ അതിലേക്ക് നമുക്ക് എരിവുള്ള മുളക് പൊടി അതും ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. മുളക് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി അതിലേക്ക് മല്ലിപ്പൊടി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അതും ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മളുടെ മസാലക്കൂട്ട് ആദ്യം ഉണ്ടാക്കിയ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് പച്ചപ്പ് മാറി വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം നമുക്ക് ഇതിനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം നമ്മുടെ ഗ്രേവി തിളയ്ക്കുമ്പോൾ കുറുകിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് കുറുകിപ്പോവും. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നു. കുറച്ച് സമയമെടുത്താണ് ഈ കറി ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയല്ല. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടുത്ത് നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം തിളച്ച് ദേഹത്തൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിക്കുക. ഇനി ഇതിലേക്ക് കസ്തൂരി മേത്തി, നമ്മളുണ്ടാക്കിയ കസ്തൂരി മേത്തിയാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. ആ കസ്തൂരി മേത്തി കൂടെ നമുക്ക് കുറച്ചെടുത്ത് കയ്യിലിട്ട് തിരുമ്മി അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മളുടെ ചിക്കൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് സമയമെടുത്ത് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ധൃതി വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കിയാൽ കറി ടേസ്റ്റി ആയിരിക്കില്ല. നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെക്കാം. കാരണം ചിക്കൻ്റെ അകമൊക്കെ വെന്ത് വരണം. 2 സൈഡും മാത്രമേ വെന്തിട്ടുള്ളൂ. അകം വെന്തിട്ടില്ല. ആ മസാല കിടന്ന് ചിക്കൻ വെന്ത് വരണം. വീണ്ടും നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതേസമയം നമ്മൾ നേരത്തെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയുള്ള മസാല കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ മസാല ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടപ്പ് കൊണ്ടൊന്ന് അടച്ച് കുറച്ച് സമയം ഇരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാൻ തന്നെ നല്ല രസമായിട്ടുണ്ട് കറി. ഇപ്പോൾ തന്നെ കാണാൻ നല്ല രസമുണ്ട്. വീണ്ടും അടച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നുക, ഇളക്കിയിടുക, വീണ്ടും അടച്ച് വെക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
വീണ്ടും ഒന്ന് അടച്ചു വെക്കാം ഒരു 2 മിനിറ്റ് നേരം. രണ്ടും തുറന്ന് നോക്കാം. ഇതിലേക്ക് ഈ സമയം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, നല്ലതാണ്. ഞാനിപ്പോൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഹൈദരാബാദി സ്പെഷ്യൽ ചിക്കൻ തിക്ക ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവിയാണ്, ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.